തിരുവനന്തപുരം നഗരത്തിൽ സ്വകാര്യ ബസ് അപകടം. സെക്രട്ടേറിയറ്റ് സ്പെൻസർ ജംഗ്ഷന് സമീപം ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി. നിസ്സാര പരിക്കുകളോടെ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RB സനൂപ് ഉണ്ട്. സനൂപ്, കാര്യമായ പരിക്കുകളില്ല എന്നത് ആശ്വാസകരം. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ MG റോഡിൽ, അതായത് സെക്രട്ടേറിയറ്റിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയുള്ള സ്പെൻസർ ജംഗ്ഷനിലാണ് ഈ അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുകയായിരുന്ന കാശിനാഥൻ എന്ന സ്വകാര്യ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ബസ് ഈ സ്പെൻസർ ജംഗ്ഷന് മുമ്പത്തെ ഡിവൈഡറിൽ ഇടിച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന തെരുവുവിളക്ക് ആ ഇടിയുടെ ആഘാതത്തിൽ തകരുകയും ആയിരുന്നു. ബസിന്റെ ഡ്രൈവറായിട്ടുള്ള പ്രമോദിന് ആ സമയത്ത് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായപ്പോഴാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. പ്രമോദിനും അതിനോടൊപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന 2 യാത്രക്കാർക്കും നിസ്സാര പരിക്കേറ്റുണ്ട്. പരിക്കേറ്റ ഈ 3 പേരെയും ഉടൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആയത് ജനറൽ ആശുപത്രിക്ക് മുമ്പാകെ വലിയൊരു അപകടം ഉണ്ടായത്. അന്ന് ഗുരുതരമായി പരിക്കേറ്റ 4 പേരിൽ ഈ അടുത്താണ് ഒരാൾ മരണപ്പെടുകയും ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പാകെ KSRTC ബസ് ഇടിച്ച് ഒരു സ്ത്രീയും മരണപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം അപകടങ്ങൾ കൂടുന്നതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ MG റോഡിന് മുന്നിൽ, അതായത് സെക്രട്ടേറിയറ്റിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം അകലെയുള്ള സ്പെൻസർ ജംഗ്ഷനിലും ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ബസ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ട ഒരു നടപടി പോലീസ് സ്വീകരിക്കുകയാണ്. പോലീസിന്റെ റിക്കവറി വാഹനം വന്നുകൊണ്ട് ബസ് ഇവിടെ നിന്ന് മാറ്റുകയാണ്. കാരണം ഈ സെക്രട്ടേറിയറ്റ്, അതായത് ഓഫീസ് സമയം കഴിഞ്ഞ ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടും. നിലവിൽ പോലീസ് ഈ വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ ബസ് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ബസ് ഇവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരുവുകളടക്കം ഇടിച്ച് തകർന്നത് കൊണ്ട് തന്നെ ഈ ബസ് കെട്ടിവലിച്ച് കൊണ്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. എന്തായാലും ഈ വലിയ ഒരു അപകടം അല്ല ഉണ്ടായത്. പക്ഷേ 3 പേർക്ക് പരിക്കേറ്റുണ്ട്. പക്ഷെ ആ പരിക്കുകളൊക്കെ തന്നെ നിസ്സാരമാണ്. എന്തായാലും ഇപ്പോ ഈ ബസ് ഉയർത്താൻ വേണ്ട നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ S സനോഷിനോടൊപ്പം RB സനൂപ്, മീഡിയ 1.